ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ചിങ് ഫ്രണ്ട് എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ബീഡ്സ് പഞ്ചിങ് മെഷീന് ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ് കേട്ടോ. ഇത് നല്ലൊരു മെഷീനാണ്. സ്ഥിരമായിട്ട് ബീഡ്സ് വർക്കൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ബീഡ്സ് നല്ല കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും, നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മെഷീൻ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു നെക്ക് പാറ്റേൺ ആണിത്. ഇത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാറ്റേണിൽ ബീഡ്സ് നമ്മൾ ഈ മെഷീൻ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതാ കണ്ടോ, അതായത് ഇതൊക്കെ 2-3 ലെയർ തുണി വരുന്നതാണ്. ആ കട്ടിയുള്ളിടത്ത് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ബീഡ്സ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബാക്കിലുള്ള പിന്നാണിത്. ഇത് എങ്ങനെ വലിച്ചാലും ഇത് ഊരിപ്പോരില്ല. പക്ഷെ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇത് ഫിക്സ് ചെയ്യണം കേട്ടോ, അത് മാറിപ്പോയത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലെ കുറച്ച് പിന്നുകളാണ്. ഇത് നമുക്ക് ഈ മെഷീൻ വാങ്ങുമ്പോൾ തന്നെ കിട്ടും. ജസ്റ്റ് ഒരു പഞ്ചിങ് മെഷീനാണ്. ഇത് വാങ്ങുമ്പോൾ തന്നെ കിട്ടും. അല്ലാതെ നമുക്ക് പാക്കറ്റിൽ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇതുപോലെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ പല സൈസിലുള്ള ബീഡ്സ് ഇതുപോലെ ഉപയോഗിക്കാം. ഇത് ഹോളില്ലാത്ത ബീഡ്സാണ്. നമ്മൾ സാധാരണ സൂചി കൊണ്ട് കോർത്തെടുക്കുന്ന ഹോളുള്ള ബീഡ്സ് അല്ല, ഇതിന് ഹോളില്ല. ഈ പിന്നിന് ഒരു കാല് പോലെ 4 ഭാഗമുണ്ട്. നമ്മുടെ സ്റ്റൂളൊക്കെ ഇല്ലേ, അതുപോലെ ഇരിക്കും, വളരെ ചെറുതാണെന്ന് മാത്രം. അപ്പം ഈ 4 പല്ല് പോലെയുള്ള സംഭവം മുത്തിൻ്റെ ഉള്ളിലേക്ക് തറഞ്ഞ് കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണിത് ഈ മുത്തിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ആയിട്ടിരിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന ആ ഒരു ബലം, പിന്നെ മുത്ത് നീങ്ങി പോവാതിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചിങ് മെഷീൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ തുണി കൂടി വെച്ച് കൊടുക്കുക എന്ന് മാത്രം. അപ്പോൾ അത് നോക്കാം. ഈ മെഷീൻ ഇതുപോലെയുള്ള 5 സെറ്റ് കിട്ടും. ആ 5 സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സൈസ് മുത്തിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതിപ്പോൾ 4 ഒരെണ്ണം മെഷീനിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. ഇത് ഇത്രയും സെറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഊരിയെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഏത് സൈസ് മുത്താണോ ഉപയോഗിക്കുന്നത് ആ മുത്തിൻ്റെ സൈസിനനുസരിച്ചുള്ളത് വെച്ച് കൊടുക്കുക. അത് ചെറിയൊരു റബ്ബറിൻ്റെ കുഴലാണ്. കണ്ടോ, പല സൈസായിട്ടാണ് ആ കുഴൽ. ആ കുഴലിൻ്റെ ഉള്ളിൽ ഈ മുത്ത് കറക്റ്റായിട്ട് ഫിക്സ് ആവണം, ടൈറ്റായിട്ട് ഫിക്സ് ആവണം. അത് കഴിഞ്ഞിട്ട് നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ മുത്ത് തുണിയിലേക്ക് വന്നോളും. ഈ തുണിയും ഈ നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന പിന്നിൻ്റെയും മുത്തിൻ്റെ നടുക്ക് തുണി വരുമ്പോൾ കറക്റ്റായിട്ട് അത് ഫിക്സ് ആവും. ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സ്റ്റിച്ചിങ് വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് നമുക്ക്. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ ഇട്ടില്ലേ, ആ ബീഡൊന്ന് അതിനകത്ത് വെച്ച് നോക്കിയതാണ്. അത് പെട്ടെന്ന് ഒഴുകി ഇങ്ങ് പോരും. ഇതും കറക്റ്റ് സൈസല്ല. ശരിക്കും ഈ ബീഡിൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ മെഷീനിൽ വച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഈ ബീഡ്സ് കയറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഈ മെഷീൻ ഞാനിപ്പോൾ കിടത്തിയിട്ടിരിക്കുകയായിരുന്നു മേശപ്പുറത്ത്. ഇതുപോലെ നിവർത്തിയെടുത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു പിന്നെടുത്തിട്ട് അതിൻ്റെ ആ 4 കാല് പോലെയുള്ള ഭാഗമുണ്ടല്ലോ, അത് മുകളിലേക്കാകുന്ന രീതിയിൽ എടുക്കണം കേട്ടോ. കണ്ടോ, ഇതാണ് ആ പിന്ന്. ആ കാല് പോലെയുള്ള ഭാഗം മുകളിലേക്കാകുന്ന രീതിയിൽ എടുത്തിട്ട് ഈ ഹോളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ പല്ല് മുത്തിലേക്ക് ആഴ്ന്നിറങ്ങി അത് ഫിക്സായിട്ട് ഇരിക്കുകയുള്ളൂ. കണ്ടോ, പിന്നെ നമുക്ക് ആവശ്യമുള്ള മുത്ത് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഈ ഹോളിൽ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള തുണി ഏതാണോ, ഏത് ഭാഗത്താണോ ഈ ബീഡ് വേണ്ടിയത് ആ ഭാഗം കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഹാൻഡിൽ അതൊന്ന് മുകളിലോട്ട് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഓൾറെഡി ആ ബീഡ് അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് വലിച്ചെടുത്തിട്ട് നോക്കുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഫിക്സ് ആയിരിക്കുന്നത്, നീങ്ങിപ്പോവില്ല. ഇതും നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും, സാധാരണ കൂടുതലും നെക്ക് പാറ്റേൺസും ചുരിദാറിലും സാരിയിലും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് ബീഡ്സ് തയ്ച്ച് പിടിപ്പിക്കും. പിന്നെ അതിൻ്റെ ഒരു നൂല് പൊട്ടിപ്പോയാൽ അത് പൊട്ടിപ്പോകും. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ 5 സൈസ് ബീഡ്സ് നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂള് തന്നെയാണ്. ഒരു 650 മുതൽ 1500 രൂപ വരെ വെറൈറ്റിയിൽ ഉള്ള ടൂൾസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും നല്ല പ്രയോജനമുള്ളതാണ്. അത് എനിക്ക് കൂടി ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ടൂള് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അധികം വൈകാതെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.